ഏവർക്കും നമസ്കാരം. നവരാത്രിയുടെ 4-ാം ദിനത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കൂശ്മാണ്ഡയെ ആരാധിച്ച ശേഷം നാം ഇന്ന് 5-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ദിവസം മാതൃത്വത്തിന്റെ ഏറ്റവും മഹനീയവും ശക്തവുമായ ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത്. നവദുർഗാ സ്തോത്രം പറയുന്ന പഞ്ചമം സ്കന്ദമാതേതി, 5-ാമത്തെ രൂപം സ്കന്ദമാതാവിൻ്റെതാകുന്നു. തപസ്വിനിയായ പാർവതി ശിവനെ വിവാഹം കഴിച്ച ശേഷം ദേവന്മാരുടെ സേനാനായകനായ കാർത്തികേയന് സ്കന്ദന് ജന്മം നൽകിയല്ലോ. ആ അമ്മയുടെ വാത്സല്യനിധിയായ രൂപമാണ് സ്കന്ദമാതാ രൂപം. ഇത് കേവലം ഒരു അമ്മയുടെ ഭാവമല്ല, മറിച്ച് ജ്ഞാനവും ശക്തിയും ഒത്തിണങ്ങിയ തന്റെ മകനിലൂടെ ലോകത്തിന് രക്ഷ നൽകുന്ന മാതൃത്വത്തിന്റെ വിജയമാണ്. സ്കന്ദൻ എന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണെന്നും മാതാ എന്നത് അമ്മയാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സ്കന്ദമാതാ എന്ന വാക്കിന്റെ അർത്ഥം സ്കന്ദന്റെ അമ്മ, സുബ്രഹ്മണ്യന്റെ അമ്മ എന്ന് ആണ്. ദേവന്മാരെ പീഡിപ്പിച്ചിരുന്ന താരകാസുരനെ വധിക്കാൻ ശിവന്റെയും പാർവതിയുടെയും പുത്രന് മാത്രമേ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിറന്ന കാർത്തികേയനെ തന്റെ മടിയിലിരുത്തിക്കൊണ്ട് വാത്സല്യം ചൊരിയുന്ന അമ്മയുടെ രൂപമാണ് സ്കന്ദമാതാ രൂപം. സ്കന്ദമാതാ ദേവി താമരപ്പൂവിൽ ഇരിക്കുന്നവളായിക്കൊണ്ട്, സിംഹത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവളായിക്കൊണ്ട് ആണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ദേവിക്ക് 4 കൈകളാണുള്ളത്. വലതുവശത്തെ കയ്യിൽ കുമാരനായ സ്കന്ദനെ മടിയിലിരുത്തിയിരിക്കുന്നു. താഴത്തെ കൈയിൽ താമരപ്പൂവ് പിടിച്ചിരിക്കുന്നു. ഇടതുവശത്തെ മുകളിലെ കൈ അനുഗ്രഹം നൽകുന്ന വരദമുദ്രയിലും താഴത്തെ കൈയിൽ താമരപ്പൂവും കാണാം. ദേവിയുടെ മടിയിലിരിക്കുന്ന ബാലനായ സ്കന്ദൻ സുബ്രഹ്മണ്യൻ അമ്മയുടെ സംരക്ഷണയിൽ വളരുന്ന ജ്ഞാനത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. അമ്മയാണ് എല്ലാ അറിവിന്റെയും ശക്തിയുടെയും ഉറവിടം എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സിംഹപ്പുറത്തുള്ള യാത്ര, മാതൃത്വം എന്നത് കേവലം വാത്സല്യം മാത്രമല്ല, ആവശ്യമെങ്കിൽ തന്റെ മക്കളെയും ലോകത്തെയും രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ധീരതയുടെയും ശക്തിയുടെയും പ്രതീകം കൂടിയാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. താമരയിൽ ഇരിക്കുന്നത് കൊണ്ട് ദേവിക്ക് പത്മാസന എന്നും പേരുണ്ട്. ഇത് ലൗകികമായ കെട്ടുപാടുകൾക്കിടയിലും പരിശുദ്ധിയോടെ നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. യോഗശാസ്ത്ര പ്രകാരം ദേവി സ്കന്ദമാത ശുദ്ധചക്രത്തിന്റെ, തൊണ്ടയിലെ ഊർജ കേന്ദ്രത്തിന്റെ അധിഷ്ഠാത്രി ദേവതയാണ്. ഇത് ആശയവിനിമയത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും കേന്ദ്രമാണ്. സ്കന്ദമാതാവിനെ ആരാധിക്കുന്നതിലൂടെ ഭക്തന്റെ മനസ്സ് പരിശുദ്ധമാവുകയും എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുകയും ചെയ്യുന്നു. സ്കന്ദമാതാവിനെ ആരാധിക്കുമ്പോൾ മകനായ സ്കന്ദനും ഒപ്പം ആരാധിക്കപ്പെടുകയാണ്. ഈ ഉപാസനയിൽ അമ്മയെയും മകനെയും ആരാധിക്കുന്നു എന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. ഈ ഒരൊറ്റ ആരാധനയിലൂടെ പാർവതി ദേവിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് ലഭിക്കുകയാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ ഭക്തന് ജ്ഞാനവും മോക്ഷവും ഐശ്വര്യവും ലഭിക്കുമെന്ന് കരുതുന്നു. 5-ാം ദിനത്തിലെ ഈ ആരാധന മാതൃത്വത്തിന്റെ ശക്തിയെയും വാത്സല്യത്തെയും ബഹുമാനിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥ മാതൃത്വം എന്നത് സ്നേഹം മാത്രമല്ലെന്നും തന്റെ മക്കൾക്ക് ധർമ്മത്തിന്റെയും ജ്ഞാനത്തിന്റെയും പാത കാണിച്ചു കൊടുക്കുന്ന ഒരു മാർഗദീപമാണെന്നും സ്കന്ദമാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും അമ്മയുടെ വാത്സല്യവും സംരക്ഷണവും ഉണ്ടാകുവാനും അറിവും ശക്തിയും നേടാനും ദേവി സ്കന്ദമാത നമ്മെ അനുഗ്രഹിക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം സർവദാ സർവത്ര നമ്മളിൽ ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് മാതാദി. നമസ്തേ.